നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സ്, അതും എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. എയർ ഫ്രൈഡ് പൊട്ടറ്റോ ബോൾസ് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു 2 ബോയിൽഡ് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് സവാളയൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ എടുക്കും, പിന്നെ കുറച്ച് പനീർ ഉപയോഗിക്കും. മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ സ്വാഗതം റിവ്യൂ കോക്ടെയിൽ മലയാളം recipe_flash.com പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങി റെഡിയാക്കി ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ട്. ഒരു 2 ഉരുളക്കിഴങ്ങോളം ഉടച്ചത് ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ശരിക്കും ഒന്ന് വറുത്ത് വെച്ചിരുന്നതാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ കൂടെ ചേർത്തു. പിന്നെ ഒരു 1/4 കപ്പ് മിച്ചം പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതും അതിൻ്റെ കൂടെ ചേർത്തു. പിന്നെ ഒരു കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുവാണ്. പിന്നെ ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്തു. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്തു. സ്വല്പം ഉപ്പും കൂടെ ചേർക്കുവാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചാണ് പുഴുങ്ങിയത്, അതിലൊരു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഒരു സ്വല്പം കുരുമുളക് പൊടി ചേർത്തു. ഒരു ടേബിൾ സ്പൂണോളം റൊട്ടിപ്പൊടി ചേർത്തു. ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ചേർത്തു. ഇതെല്ലാം കൂടെ നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് ചെയ്യുവാണ്. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് കുഴച്ച് എടുക്കണം. നമ്മൾ കൂടുതലായിട്ട് ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. അത് നന്നായിട്ട് തന്നെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ വന്നോളും. നമുക്കിപ്പോൾ ഇവനെ ഒന്ന് ഉരുട്ടി എടുക്കാവുന്ന പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ ഇവനെ ഒന്ന് ഉരുട്ടിയെടുക്കും. കൈ ഒന്ന് ഗ്രീസ് ചെയ്ത് അവനെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് വേണ്ട ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഒരു ശകലം ഓവൽ ഷേപ്പിലെടുക്കാം, അല്ലെങ്കിൽ നല്ല റൗണ്ടായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഞാൻ റൗണ്ടായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പിന് വേണ്ടി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് കോൺഫ്ലോറിൻ്റെ കൂടെ ഒരു മിക്സ് ഉണ്ടാക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ നമ്മൾ ഒരു ബൗളിലോട്ട് എടുത്തു. നമ്മൾ പ്യൂർ വെജിറ്റേറിയനായിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മുട്ടയൊന്നും എടുക്കുന്നില്ല. അതിലേക്ക് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു. നമ്മൾ മുട്ടയുടെ വെള്ളമൊന്നും എടുക്കുന്നില്ല. ഇത് ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കോൺഫ്ലോർ തന്നെയാണ്, കോൺഫ്ലോറിൻ്റെ മിക്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ ഐറ്റവും എടുത്ത് നമ്മൾ ആദ്യം ഈ കോൺഫ്ലോർ മിക്സിൻ്റെ അകത്ത് ഒന്ന് കോട്ട് ചെയ്യും. എന്നിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്യും. ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്യാം. ഒന്ന് കോൺഫ്ലോർ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളത് മൊത്തം കോട്ട് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം. നമ്മുടെ എയർ ഫ്രയറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് തന്നെ നമുക്ക് അതിൻ്റെ ആ ട്രേ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ട് ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്യാം. അധികം എണ്ണയുടെയൊന്നും ആവശ്യമില്ല, ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ ഐറ്റംസ് ഇതിലേക്ക് അങ്ങ് അറേഞ്ച് ചെയ്യുവാണ്. ഐറ്റംസ് അങ്ങ് വെച്ചു. വേണമെങ്കിൽ സ്വല്പം എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഒരു സമാധാനത്തിന്. ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു സ്വല്പം എണ്ണ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്പ്രേ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇവനെ അങ്ങ് അടയ്ക്കുന്നു. നമ്മളൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15-20 മിനിറ്റ് നമ്മൾ അതിൻ്റെ ആ പരുവൊക്കെ നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് വേണമെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ശകലം എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തൊക്കെ കൊടുക്കാം. 180 ഡിഗ്രിയിൽ നമ്മളൊരു
15-ന് 20-ന് ഇടയ്ക്ക് ഞാനൊരു 17 മിനിറ്റ് വെച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അവനവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം. കുഴപ്പമില്ല, നമുക്കൊന്ന് ടോസ് ചെയ്തൊക്കെ ഒന്ന് കൊടുത്തു. വേണമെങ്കിൽ ഇത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും എല്ലാത്തേലും ഒരു കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ബാക്കി സമയം കൂടെ അവനങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ വെച്ച ആ 10-18 മിനിറ്റും അങ്ങ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് തുറന്നു നോക്കാം. കണ്ടോ, സൗണ്ട് കേട്ടാൽ തന്നെ അല്ല, നല്ല ക്രിസ്പി ആയിട്ട് സംഗതി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുറത്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉള്ള എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൊട്ടറ്റോ ബോൾസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. റെസിപ്പി ഫ്ലാഷ് കാസ്റ്റ്.com സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.